സിംഗിൾ എടുത്തു തുടങ്ങിയ ഉർവിൽ പട്ടേലിന് അടുത്തത് ബാറ്റിൽ കിട്ടിയത് ആവേശ് ഖാനെയായിരുന്നു. തുടരെ 3 സിക്സാണ് ഉർവിൽ അടിച്ചത്. ഗെയ്ക്വാദിന്റെ ഒരു സിക്സ് ഉൾപ്പെടെ ആ ഓവറിൽ ആവേശ് വഴങ്ങിയത് 25 റൺസ്. സഞ്ജുവിന്റെ വിക്കറ്റ് എടുത്ത പകിട്ടുമായെത്തിയ റാത്തിക്കും കൊടുത്തു ഉർവിൽ കണക്കിന് 6, 6, 4, 6. ആ ഓവറിലും പിറന്നു 25 റൺസ്. 4 ഓവറിൽ 47-ന് ഒരു വിക്കറ്റ് എന്ന നിലയിൽ നിന്ന് പവർ പ്ലേ പൂർത്തിയായപ്പോൾ ചെന്നൈ 6 ഓവറിൽ ഒരു വിക്കറ്റിന് 97 എന്ന നിലയിലെത്തി. പിന്നീടെത്തിയ ഷമിയെയും കടന്നാക്രമിച്ച ഉർവിൽ 7-ാം ഓവറിൽ അർദ്ധ സെഞ്ചുറി നേടി. IPL ചരിത്രത്തിലെ വേഗമേറിയ അർദ്ധ സെഞ്ചുറി എന്ന നേട്ടത്തിനൊപ്പം 13 പന്തിൽ. യശസ്വി ജയ്സ്വാളിന്റെ പേരിനൊപ്പം തന്റെ പേര് കൂടി ചേർത്ത് ഉർവിൽ 50 പൂർത്തിയാക്കിയ ശേഷം പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന കടലാസെടുത്ത് ഉയർത്തി കാണിച്ചു. ദിസ് ഈസ് ഫോർ യു പപ്പ എന്ന് ആ കടലാസ് കഷ്ണത്തിൽ എഴുതിയിരുന്നു. അർദ്ധ സെഞ്ചുറി പിന്നിട്ടിട്ടും അടി നിർത്തിയില്ല ഉർവിൽ. ഒടുക്കം 10-ാം ഓവറിൽ ഷഹബാസിന് മുന്നിൽ വീണു. ഡീപ്പ് എക്സ്ട്രാ കവറിൽ ആവേശ് ഖാന്റെ കയ്യിലെത്തുമ്പോൾ ഉർവിലിന്റെ സ്കോർ 23 പന്തിൽ 65 റൺസ്, 2 ബൗണ്ടറി, 8 സിക്സർ. സ്ട്രൈക്ക് റേറ്റ് 282.6. ചെന്നൈ അപ്പോൾ 126 എന്ന സുരക്ഷിത ടോട്ടലിലെത്തിയിരുന്നു. റണ്ണേ ബോൾ സിറ്റുവേഷൻ മതിയായിരുന്നു പിന്നെ. എന്നാൽ LSG ശരിക്കും ചെന്നൈയെ പിന്നീട് വരിഞ്ഞു മുറുക്കി. ഷമിയും പ്രിൻസും റാത്തിയും മിഡിൽ ഓവർ നന്നായി എറിഞ്ഞു. ക്യാപ്റ്റൻ ഗെയ്ക്വാദ് വ്യക്തിഗത സ്കോർ 42-ൽ മടങ്ങിയതോടെ ചെന്നൈ സമ്മർദ്ദത്തിലായി. കാർത്തിക് ശർമ്മയും ബ്രവിസും കുറേ പന്ത് വിഴുങ്ങി. കോടികളുടെ സമ്മർദ്ദം പ്രശാന്ത് വീർ അല്പമെങ്കിലും അടിച്ചകറ്റി. ഷമിയും പ്രിൻസും ആവേശുമെല്ലാം കോട്ട പൂർത്തിയാക്കിയതോടെ അവസാന ഓവറിൽ എറിയാനെത്തിയത് എയ്ഡൻ മാർക്രം. ആദ്യ 2 പന്ത് വൈഡ്, അടുത്ത 2 പന്ത് ദുബൈയുടെ വക സിക്സർ. 7 വർഷത്തിനു ശേഷം 180-ന് മുകളിൽ ചേസ് ചെയ്ത് ചെന്നൈ ആ വിധിയെയും തോൽപ്പിച്ചു. 12 പോയിന്റുമായി പ്ലേ ഓഫിനടുത്തേക്ക്. ലക്നൗ തുടർച്ചയായ 3-ാം തവണയും പ്ലേ ഓഫ് കാണാതെ പുറത്തേക്കും.